Hello, Makalai. Welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my best friend Busha. Hi friends. Okay, part 1, part 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். part 1 டிஸ்கிரிப்ஷன் ஷேர் பண்ற போய் பாருங்க. இப்போ part 3 குள்ள போயிடலாம். ഹലോ എസ് ഐ സാറല്ലേ നമ്മുടെ കേസിൽ പെട്ട് പൂട്ടിക്കിടക്കുന്ന മറിയ ഏല ഫാക്ടറി ഇല്ലേ അവിടെ കുറെ പേര് ഒരു പെണ്ണിന്റെ കരച്ചിൽ കുറെ നേരമേ കേൾക്കുന്നു. ആട്ടോടെ പോയത് അടിച്ചിട്ടായിരുന്നു കറക്റ്റ് ഇതെങ്കിൽ മാറ്റ പോറാണെങ്കിൽ പിന്നെയാണ് നീയൊക്കെ ഇതുവരെ ഇതിനോട് ചെയ്തത് പോരാഞ്ഞിട്ട് ഈ കാട്ടിൽ കൊണ്ടുവന്ന് വേറെ സാമൂഹ്യ വിരുദ്ധരെയും കൂട്ടി. അയ്യോ സാറ് സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെ. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. സാറേ ഇവന്മാര് മറ്റേ നീല. അതേടാ, മറ്റേ നീല തന്നെ. ഞാൻ കണ്ണോർക്കുമ്പോ മുമ്പിൽ പോലീസാണല്ലോ. ഒരാടിനെ പോലും വെറുതെ വിടാത്ത കാമപ്രാന്തന്മാർ. അതിന് സാറ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആടിനോട് ചോദിച്ചു നോക്ക്. അവളും ഉണ്ടായിരുന്നു. അവൾ ഈ പണി നിർത്തിയില്ലല്ലേ? അവക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ സാർ ആ പിങ്കി അല്ല. സോറി, ഏതാണ് ഏതണ്ടി? എനിക്കിത് കാണാൻ വയ്യേ. ഷാജേട്ടാ ഇതേതാണ് ഈ വെസ്റ്റ് ഇൻഡീസിനെ കളിക്കാൻ കാട്ടിലൊറ്റ കർത്താവെ, കളറ് കണ്ടിട്ട് ആഫ്രിക്കയിലെ ദൈവം എന്നാ തോന്നുന്നത്. ഓ ஐயோ ஷூட் பண்ணட்டா எனக்கு டூட் கேரக்டர் ரொம்ப பிடிச்சிருக்குப்பா. ഓ സ്നൈപ്പർ இடுப்பு பிடிச்சிருச்சா? செம்ம சவுண்ட் எஃபெக்ட்ஸ் இல்லை. അയ്യോ മറുപടി ഇവളുടെ മതി. അങ്ങനെ ആരാ സാറേ വന്നിട്ട് പോയത്? രാമീന്ന് വന്ന അളിയനാ. പെങ്ങൾക്കും പിള്ളേർക്കും പൊട്ടിക്കാൻ വിഷുവിന് പടക്കമായിട്ട് വന്നതാ. ഓ ആണോ? എന്നാൽ ഇവനെ സമ്മതിക്കണം. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. രാഷ്ട്രബോധമുള്ള പൗരൻ അല്ലടാ ചെറ്റ. ആരടാ കോട്ടിട്ട കാട്ടുമാക്കാൻ? എന്തിനാണ് അവൻ വെടിവെപ്പിനിടെ നിന്റെ പേരലറിയത്? എന്റെ പൊന്ന് സാറേ, എന്നെ കൊല്ലല്ല സാറേ. ഡോളർ കാണുമ്പോ ഏതൊരു രാജ്യം വീണ് പോയ പോലെ ഞാനും വീണ് പോയി. നല്ല ഒരു റിവെഞ്ച്. അപ്പൊ ഇതാ വടംവലിക്കാരല്ല, നിന്റെ ഡീൽ അറിയാവുന്ന ആരോ നിനക്കിട്ട് പണിഞ്ഞതാ. അത് സാത്താൻ സൈബർ തന്നെ ആയിരിക്കും സാറേ. അയാൾ അതിന് മടിക്കില്ല. കണ്ടുപിടിച്ചാங்க ഞാൻ വിറ്റ മുതല് ഞാൻ തന്നെ അടിച്ചു മാറ്റാറില്ല ഷമീർ സാറേ. അങ്ങനെയുള്ള തന്തയില്ലായ്മ കാണിച്ച ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഈ ഒരു നീലക്കൊടുവിലെ കാര്യത്തിന് വേണ്ടി ഫോറസ്റ്റുകാര് പോലും വരാത്ത ഈ കാട്ടില് സാർ ഒറ്റയ്ക്ക് വരേണ്ടിയിരുന്നില്ല. ഞാൻ
ആരൊക്കെ എന്ത് പറ്റി സാറേ? സേവിയർ നല്ലവനാ. സേവിയർ നല്ലവനാ എനിക്കറിയാം. അപ്പൊ പിന്നെ ഇതറിയാവുന്ന ഒരേ ഒരാൾ ഹക്കീമ അല്ലേടാ? ഹക്കീം അങ്ങനെ ചെയ്യത്തില്ല സാറേ, അവനെന്റെ വലിക്കമ്പനിയാ. എന്നാലും നമുക്ക് അവനോട് തന്നെ അങ്ങ് ചോദിക്കാം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഈ ഷമീറിന്റെ സർക്കിളിൽ കിടന്ന് ആരും അങ്ങനെ ഷൈൻ ചെയ്യണ്ട. അവന്റെയൊക്കെ ഒരു കൊടുവേലി. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. അത് നേരാ സാറേ. കഴിഞ്ഞ ദിവസം ഒരാൾ മായാവിയുടെ മാന്ത്രികവടി തരാമെന്നും പറഞ്ഞു വന്ന് 5000 രൂപ പോലും. ഓരോരോ തട്ടിപ്പുകളെ. എന്നിട്ട് 5000 കൊടുത്തോ? തോന്നി തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ടത്തല്ലേ. ആ ഹക്കീമിനെ പിടിച്ചൊന്ന് കൊടുത്താ കൊടുവേലി കിട്ടിയില്ലെങ്കിലും ആശാനെ കിട്ടും. PC സാർ രഘു വണ്ടിയിൽ ഫുള്ളോട് ചാണകോളമല്ലേ? രാജാപ്പാളയം വരെ പോയി വരണം. 6 മണിക്കൂർ നേരത്തെ ഓട്ടം, വെറും 6 മണിക്കൂർ. അതിന് 20,000 രൂപയോ? നീയേ വിമാനമൊന്നും കൊണ്ടുവരണ്ട, ഈ ജീപ്പ് തന്നെ വന്നേച്ചാ മതി. എന്റെ പൊന്നു ഹക്കീം സഖാവേ, ഇത്രയും ലോഡ് വെച്ച് വണ്ടി ചോരണമെങ്കിൽ ഇച്ചിരി പാടാ. വണ്ടിക്ക് പണി വരും. പിന്നെ ചെക്ക് പോസ്റ്റ് തൊട്ട് മുട്ടിന് കൈക്കൂലിയും കൊടുക്കണം. ഞാൻ പറഞ്ഞാലേ എനിക്ക് ഇത്രയും കാശ് കിട്ടണം. രഘു ഈ ഹക്കീം ഒന്ന് ഞൊട്ടി വിളിച്ചാലേ ഇതുപോലത്തെ 100 വണ്ടി വരും. 100 വണ്ടി. അത്രയ്ക്ക് വേണോ സഖാവേ? ആ വണ്ടി ഇത്തിരി കൂടിപ്പോയില്ലേ? 100 വണ്ടി വരുന്ന 100 വണ്ടി ഉണ്ട് സഖാവേ, സർബത്തെടുക്കാം. എന്റെ കർത്താവേ. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതരാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. എന്റെ ജീവന്റെ അവസാന തുടിപ്പോരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. ഗോവിന്ദ ഒലക്കപിടി. PC മറ്റേ ഷർട്ടിങ് എടുത്തോ. ഇതില് ചോര പറ്റിയാ പോവില്ല. ഹക്കീം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിന് ഇത്തിരി സമയം എടുക്കും. ഡബുല്ലേ വേണേ സത്യം പറഞ്ഞാട്ടാ. ഞാൻ വന്നപ്പോ 100 രൂപ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ട് വരെ തല്ലിപ്പിഴിഞ്ഞ് 55 കിലോ ആക്കി. അത് സാമ്പിൾ. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ ഈ ഹൈ റേഞ്ച് ഹക്കീം. കാല് വിളപ്പുറമാണ്. നിങ്ങളിപ്പോ പോവരുത്, ഇവിടെ തന്നെ നോണം കേട്ടോ. പരിപാടി കൊണ്ട് ഒരു കെട്ടും ഈ നേരത്തിനുള്ളിൽ ഞാൻ യാത്ര സെറ്റപ്പ് ആക്കും. നമുക്കുള്ള കാശായത് തെറ്റ് ശരിയൊന്നും ആശാൻ നോക്കണ്ട. ചരക്കെടുക്കാൻ ആശാൻ എടുത്തിരിക്കട്ടെ. ഇത് വലിയ സംഗതിയാ. മലങ്കോട് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ആശാൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കോ. എവിടെയാന്ന് എന്നോടൊന്നും പറയണ്ട. സമയമാകുമ്പോ മാത്രമേ വിളിക്കാവൂ. അതാ ബുദ്ധി. எப்படி போன் ஆஃப் பண்ண ரீச் பண்ண முடியும்? என்ன கதை? സത്യമായിട്ട് ആശാൻ എങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ല സാറ്. ഞാൻ വളംവണ്ടിയിൽ കടത്താന്ന് ചെയ്തിരിക്കുവായിരുന്നു. വണ്ടി റെഡിയാക്കി വെക്കാം, ആശാൻ വിളിക്കുമ്പോ പോവാലോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അയ്യ, ഏത് പേരിലാണ് ആശാന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്? நான் கண்டுபிடிக்க மாட்டேன். എന്നാ കൂടിയത് ഷാജേട്ടാ? എന്നാലും ആരായിരുന്നോ വന്നിട്ട് പോയത്? ചെടി കൊള്ളുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ലടാവേ. ചോദിക്കാൻ പറ്റില്ല. വരുന്നുണ്ട് എനിക്ക്. അവിടെ ഇരുന്ന് വിഴിക്കോടാവേ. നാളെ നേരം വിളിക്കുമ്പോഴേക്കും 2 പീഡന കേസിൽ എല്ലാം കൂടി അകത്തായിരിക്കും. ഭർത്താവേ, പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ള പാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. എന്നാലും എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അപ്പൂനെ മാത്രം എന്നാത്തിനാണ് ഈ പിടിച്ചിട്ട് പോകുന്നത്? നേരാ നമ്മുടെ പിങ്ങിനെ ചവിട്ടി കൂട്ടി ഞാൻ ഒരു കുപ്പി പൊട്ടി കേട്ടോ. പൈസ തരാം. കിട്ടിച്ചെങ്കിൽ അയാളുടെ കാലെങ്കിലും പിടിക്കായിരുന്നു. എന്നാ മതി കാല് പിടിക്കാൻ. കണ്ടാൽ അവന്റെ പീരങ്കി. ഭർത്താവേ, അബുവിനെ കണ്ടുപിടിക്കാനുള്ള എന്നാ അങ്ങനെ വഴി നീ കാണിച്ചു തരണേ. அங்கே வந்துட்டாங்க. മഞ്ഞ വണ്ടി എന്താണ് അടിയാട്ടി என்னது? நம்ம ஃபாதரா தெரியலையே. இல்ல അടുത്ത ആഴ്ച ബാങ്കോക്കിലേക്ക് പോകാനിരിക്കുന്ന ഡ്രാഗൺ അൺറവേൾഡ് ഡ്രാഗൺ നമ്മുടെ മൂങ്ങാപ്പാറ എസ്റ്റേറ്റ് വീട്ടിൽ രാത്രി എന്റെ ലാസ്റ്റ് പാർട്ടിയാണ്. ബാങ്കോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഈ ചീഞ്ഞ കള്ളൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഒരു $10 കള്ള്. ഡോളറാണ് വാടച്ച് പിടിക്കണം, അല്ലെങ്കിൽ ഡോളർ ഞാൻ എന്നാച്ചാ കുത്തിക്കും. കള്ളടെ இப்ப எங்க இருக்கான்னு தெரிஞ்சிருச்சு. ഷാജേട്ടൻ അവിടെ നിന്ന് ഷാജേട്ടൻ എങ്ങോട്ടാ? ഫാക്ടറിയിലേക്ക്. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഓടി പിടിച്ച് നെഞ്ചു പിടിച്ച കറിയൊന്നും മേടിക്കൊണ്ട് തൊലിഞ്ഞു. അല്ല പിന്നെ അവൻ അവിടെ ചാവട്ടെ എന്നാ? എന്നല്ല, അടിപിടിയിലായാലും വടംവലിയിലായാലും ശത്രുവിന് വല്ലതും കുറച്ച് കാണരുത്. നമുക്കും വേണം തോക്ക്. തോക്ക് പോടുന്ന അത് നടക്കാല. എന്നാ ഷാജേട്ടാ? അത് നടക്കുകയല്ല. ഇനി ഒന്നും ആലോചിക്കണ്ട, എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ.
ആ നാശം പിടിച്ച മോന്ത ഈ ഒരിക്കലും കാണേണ്ടി വരില്ലെന്നാ വിചാരിച്ചോണ്ടിരുന്നത്. വേറെ ആരുമല്ലല്ലോ, സ്വന്തം ചേട്ടനല്ലേ, അത് നമ്മുടെ അബുവിന് വേണ്ടിട്ടല്ലേ. ഞെട്ടണ്ട, ഞാൻ തോക്കുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ എന്നോടാ പറഞ്ഞേ കൊറേ ഉണ്ടാക്കുമെന്ന്. തോക്കടാ തോക്ക്, നല്ല പട്ട് സാധനം. ഇനി പറമ്പിൽ ആനയോ പന്നിയോ മറ്റോ കേറിയാലേ ഒറ്റ വെടിക്ക് മലത്തിയേക്കണം. ആ ഓ പൊട്ടുവോന്നായിരിക്കും. നീ വേണ്ട വാഴയുടെ കൂമ്പയിലോട്ട് നോക്കിക്കോ. നിന്റെ കൂമ്പല്ലടാ, വാഴയുടെ കൂമ്പ്. അടേ ഇപ്പൊ വെടി വെച്ച് മരത്തുനിന്ന് കണ്ടോണം. അപ്പന്റെ കൂപ്പനിട്ടായിരുന്നോ തെറ്റി? എന്റെ പണി കൊള്ളുകടാ. ஒரு கன்னை மேனுஃபேக்சர் பண்ண ஆரம்பிச்சிட்டாரு. பவர்ஃபுல்ல ഷാജി ഷാജിയടാ, അച്ഛൻ അത് കാര്യാക്കണ്ട, വിഷമം കൊണ്ട. എന്നാലും ഞാൻ അവനോട് 1000 തവണ പറഞ്ഞതാണ്. അമ്മച്ചി അന്നേരം ആ ഒടുക്കത്തെ ഉരുളി അവിടെ കൊണ്ട് വെച്ചോണ്ടാ. അയ്യോ, അത് പോട്ടെ. നിങ്ങളിപ്പോ എന്നതിനാ ഇങ്ങോട്ട് വന്നേ? അവന്മാര് പേടിക്കണം, അവന്മാര് വെടി പൊട്ടണം, ഒച്ചയായിട്ട് മുള്ളണം, എന്നിട്ട് ഓടണം. ഞാനിവിടെ ഈ ഹൈറേഞ്ചിലുള്ളപ്പോ ഇവിടെ വന്ന് എന്റെ പിള്ളേരെ വെടിവെച്ച് പേടിപ്പിക്കാൻ മാത്രമാണ് അവന്മാര്. சும்மா இருந்த ஃபைட்டை சூப்பர் ஆக்குறாங்க. இப்ப கடைசி அந்த ஆடை மட்டும் ஊருக்குள்ளே வந்து துப்பாக்கி செய்யறாங்களா? ഇത് വല്ലതും പൊട്ടോടാവേ? പൊട്ടുവന്നോ? അങ്ങനെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അത് തിരയൊക്കെ നിറച്ചിട്ടുണ്ട്. ചൂണ്ടി കാഞ്ചി കളിച്ചാൽ മതി എന്ന് പറഞ്ഞ അന്നക്കിട്ട് വെച്ച അമ്മണിക്കിട്ട് പോലും കൊള്ളാത്ത സൈസ് വെടിക്കാരനാ അങ്ങോര്. അതിന് നമ്മൾ ഇതിനെ കൊള്ളിക്കണത്, നമ്മൾ അവരെ ഭയപ്പെടുത്തുന്നല്ലേ ഉള്ളൂ. അതിന് ധാരാളം മതി. ഒരു സാമ്പിൾ എടുക്കാൻ തോസച്ചാൻ പറഞ്ഞായിരുന്നു. ഞെട്ടിയില്ലേ? ഉഗ്ര സാധനമായിട്ടാ ഷാജിട്ടാ. ഇനി നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഇന്നത്തോളം അവന്മാരുടെ അവസാനമാ. നിങ്ങൾ വണ്ടി കയറാൻ നോക്കണം. ஒருமே ரெஸ்ட்லெஸ் உட்காந்துருக்கீங்க. എന്താണ് ജമീല വിളിക്കാത്തത്? ജമീല ഒറിജിനൽ ജമീല പറഞ്ഞു പോകും. അയാൾ പറഞ്ഞ സ്ഥലം ഏതാടാ? പറയില്ല. എനിക്കറിയാം സാറേ, ഞാൻ വരാം. വണ്ടി എടുക്കും. என்ன பிளேஸா இருக்கும் தெரியலையே. ഒരു ഭാര്യക്ക് இந்த നിലമിയാ? ഗ്രാമവാസി അബു, ഗ്രാമവാസി അബു, 1 മണിക്കൂർ കൂടി ഇനി ബാക്കിയുള്ളൂ. ഇഫ് യു ആർ ഫ്രണ്ട്സ് ഡോണ്ട് കം വിത്ത് മൈ സ്റ്റഫ്. എന്റെ ലക്ഷ്യം നടക്കില്ല. എന്റെ ലക്ഷ്യം നടന്നില്ലെങ്കിൽ പണ്ടത്തെ മുടങ്ങിപ്പോയ ഒരു ആചാരമുണ്ട്, സതി. അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. നിന്നെ കൊന്നു കത്തിക്കും. ആ തീയിൽ ഇവിടെ ഞാൻ ചുട്ടു തിന്നും. എവിടെന്നേലും കൊണ്ടനോ. ഐ ഡോണ്ട് കെയർ. ഇത് നിങ്ങളുടെ നാടല്ലേ? എന്റെ സാധനം പോയി ഈ നാട്ടിൽ നിന്നാ. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ആ തേടി പിടിച്ചേരണം. டிங்கி நம்மால வந்தாச்சுங்க. എന്നതാ നിന്റെ ഒക്കെ പച്ചക്കൊടുവയിലും നീലക്കൊടുവയിലും മഞ്ഞക്കൊടുവയിലൊക്കെ ഞാനടുത്ത. നീ എന്നാ വിചാരിച്ച ഈ ഹൈറേഞ്ചിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിട്ട് പോകാൻ പറ്റുമെന്നോ? എന്റെ പയ്യനോടാ അങ്ങോട്ട് ചൂണ്ടടാ പട്ടി. ഷാജിട്ടാ, எப்படி பண்ணலாம் தெரியல. நிக்கிறான் பாரு.
മഴ വന്നാ പിടിക്കാതാ? മരിക്കും അടയില്ല. ഇല്ലെങ്കിൽ പേടി വെച്ച് പൊളിച്ചു കളഞ്ഞ. നിങ്ങൾ വെടിവെക്കില്ല മിസ്റ്റർ. ഏ നിങ്ങൾ തോക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയില്ലെന്ന്. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തോക്ക് ഇതേത് പൊട്ടൻ നിങ്ങൾക്ക് തന്നതാണെങ്കിലും അത് മിനിമം 1 നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. ഇപ്പൊ കൊണ്ടുവന്നാണല്ലോ. അതിന് സ്പാർക്ക് വരാൻ വെടിമരുന്ന് വേണം. ബട്ട് ഫേറ്റ് ഈസ് അഗെയിൻസ്റ്റ് യു. പൗഡർ മഴയത്ത് നനഞ്ഞു കഴിഞ്ഞു. ഒറ്റ തോക്ക് മിന്നി പൊട്ടി. Now, where's my stuff? വണ്ടിക്കുള്ള കെട്ടി വെച്ചിട്ടാണെങ്കിലേ കയ്യില്. ഞാൻ വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ സാറിന്റെ പച്ചക്കൊടുവേലി നീലക്കൊടുവേലി മഞ്ഞക്കൊടുവേലിന്നും ഞാൻ എടുത്തിട്ടില്ലാന്ന്. ഷാജി പാപ്പനോട് പറഞ്ഞാല് സത്യം അല്ലേ? കുടുംബത്തിൽ ആരും പറയത്തില്ലല്ലോ. Kill that Gramavati. Voy a matar a la mata. എന്നുവെച്ച് real action. இவங்க ஓட ஸ்லோ மோஷன் ஆக்குறாங்களா இல்ல ஸ்லோ ஓடுறாங்களா? கன் எடுத்து Game over. Bloody Gramavasis. எடுத்து பண்ணுங்க. அதுவும் தண்ணியில போயிடுச்சா? இல்ல. ഓ എന്റെ ഹേറഞ്ച് വന്നിട്ട് എന്റെ പിള്ളേരെ പെടുത്തിക്കോളാം. മാറികളെ ഇന്ത്യക്കാരൻ തീർന്നതാ. സ്വന്തം അപ്പനെ വെടിവെച്ച് വളർത്തിയ ആളെ എന്റെ ചേട്ടായി. കത്തിക്കല ഒരേ ഭർത്താവ് ഇങ്ങോട്ട് ഇനിയും പഠിച്ചില്ലേ? ഇനി ഇങ്ങനെ ഒന്ന് കൊല്ലിക്ക് ചേട്ടായി. எல்லாரும் ஒரே இடத்துல இருக்கிற നിന്നെ എടുത്തോളാ. സാറേ ദേ അവനോടി. അവൻ പോട്ടടോ. നമ്മുടെ കൂട്ടിലെ കോഴിയല്ലേ എപ്പോ എവിടെയും പിടിക്കാൻ. കൊണക്കോഴികളോട് നിൽക്കല്ലേ. ഈ വെടിയുടെയും പടക്കത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ കക്ഷി മുങ്ങിക്കാണുമാവോ? അവന്മാരെ പിടിക്കണോ? കമോൺ, എല്ലാത്തിനും തൂത്തുവാരി എടുത്തോ. നിങ്ങൾക്ക് എന്നെ പിടിക്കുമോ? ഞാൻ വെടിയുണ്ടതി. കേരള പോലീസല്ലേ? വെടി ഇതിനായിരുന്നല്ലേ കൊണ്ടേ. ഹോസ്റ്റി സ്റ്റൈല്. സമീറേ, അല്ല സാറേ, എന്താ ഇവിടെ? ആശാൻ കുളിക്കുമായിരുന്നോ? സോപ്പില്ലായിരുന്നു. ഇയാളൊരാമയോ? ഇതിരിക്കട്ടെ. എനിക്ക് മാത്രം തന്നെ വെള്ള തുണി. ഇതെനിക്ക് കുടിക്കേണ്ടതാടാ. സൗണ്ട് അമ്മ അമ്മേ പണിപ്പാൾ ഇന്നത്തെ ഒന്നിട്ടുണ്ട് കൂടെ. ഇവിടെ തോക്കിന്റെ കേസിലെ സീനാകും. പഴയ പോലെ കൊച്ചിയിൽ സായിബാരം പഠിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. അമ്മേ അമ്മേ പൈത്യമായിട്ടാ അടിച്ചതില്ല. നീ ഇവിടെ വന്ന് കയറുന്നല്ലേ? ആഹാ, നമുക്ക് പോകണ്ടേ? വാടി അവിടെ വെടിയും പോകാൻ തീർന്ന് വേഗം വീട്ടിൽ പോട്ടാ. വെൽഡൻ ഷമീർ, വെൽഡൻ. എന്റെ പ്രമോഷൻ. മറുനാടൻ ഭീകരന്മാർ ശശി, പിന്നെ നീലക്കൊടുവി. ഇല്ലാത്ത വസ്തുക്കളുടെ പേര് പറഞ്ഞു നടക്കുന്ന മാഫിയ. ഞാൻ പത്രക്കാരുടെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. തൊണ്ടി അവിടെ മുമ്പ് ഡിസ്പ്ലേ ചെയ്യണം. പ്രത്യേകിച്ച് കൊടുവേലി. നമ്മുടെ തുരുപ്പാണിത്. ഒറ്റ ഒരെണ്ണം ഇനി പുറലാൻ കാണില്ല. പെട്ടുകർക്ക് ഇത് ചാണകമല്ലേ? യെസ് സാർ, ചാണകം. യു ഇഡിയറ്റ്, യു ആർ സസ്പെൻഡഡ്. കിട്ടിയത് ഭാഗ്യേ. എന്നതൊക്കെയായിരുന്നല്ലോ അത്? വെടിയും പുകയും. നാളെ തന്നെ ഈ കുന്തത്തിന് ആ മേനാകാ എല്ലാം ട്രൗസർ എടുക്കാൻ ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കാം. ഹലോ, നമ്മുടെ റോഹിത്ത ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന്. എടാ ഒന്നുറക്കെ പറ. ആ പെണ്ണും പിള്ളേരെ അവര് വളർത്തുന്ന രാക്ഷസ പട്ടി കടിച്ച് മേനകാന്തിന് വേളകിന്നാ തോന്നണേ. നിങ്ങൾ ഇനി ഒരു കോടതിയിൽ വരണ്ട.
നീ എന്താണ് കരുതിയത്? 4 ഉമ്മാക്കി തോക്കേണ്ട കേസിൽ ഡുഡുവിനെ പിടിച്ച് അകത്തിടുന്ന കള്ള പട്ടി തെണ്ടി പൊന്നൂടെ എന്നെ കൊല്ലൂടെ. തൊണ്ടിയില്ലാതെ കേസില്ല. എവിടെയാണ് നീ അടിച്ചോണ്ട് എന്റെ നീലക്കുയിൽ? നീലക്കൊടുവേലി. ആ കരിഞ്ഞ ഡൂഡിന്റെ ബോസിന് ഉമിനീര് ചേർത്ത് കൊടുവേര് സ്വന്തമാക്കണം പോലും. നിന്നെയൊക്കെ തീറ്റിച്ച് തരാവടാ. അയാളെ പെട്ടി മാറിയ കാര്യം അറിയുമ്പോഴേക്കും ഞാനായിരിക്കും ഹൈ റേഞ്ചിലെ പുതിയ സാത്താൻ സോമൻ. സാത്താൻ സോമൻ. ഇനിയവന്മാരെ അതിന്റെ പുറകെ നടക്കട്ടെ മണ്ടന്മാരെ. മണ്ടമ്മ. അയാൾ പറഞ്ഞ സ്ഥലം ഏതാടാ? എനിക്കറിയാം സാറേ. ഇത്രയും കാട് കിടന്നിട്ട് ഇവന്മാരുടെ ഇടയിൽ തന്നെ കൊണ്ടുവെക്കണോ എന്റെ കഷ്ടകാലം. വാരിക്കുഴി സോമൻ നിന്റെ തന്ത. അയ്യോ யானைக்கு குழி வெட்டிருப்பாங்கல்ல. ഇതാണല്ലേ വാരിക്കുഴി. എന്റെ വാരി എല്ലാവരോടും വെട്ടി ஆடு சாப்பிட்டுக்கணும். അയ്യോടെ തിന്നലേടെ തിന്നല്ലേ കോടികളാണ്. ഉമിനീർ ചേർത്ത് സ്വന്തമാക്കണം. ഉമിനീർ ചേർത്ത് എന്നെ സ്വന്തമാക്കി എന്റെ കൊടുവേലി. ബോസ്. ഹലോ. സാധനം ആട് തിന്ന്. ആട് തിന്നോ? ബ്രിങ് ദ ഗോഡ്. ഇനി ആടാണ് നീലക്കൊടുവേലി. അതുമായിട്ട് നീ വന്നാ മതി. ആ സാധനം പോയതുപോലെ എന്റെ കഷ്ടകാലം തുടങ്ങി. കഞ്ചാവോട്ട് ആ പോലീസ് കത്തിച്ചു. എനിക്ക് ഡോളറും വേണ്ട, പുല്ലും വേണ്ട. എവിടെ ഉണ്ട് എന്റെ കൊടുവേലി? എടാ സോമ, കള്ള നായിന്റെ മോന്റെ മോനെ, നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ തൊപ്പി തെറിച്ചു. നാട്ടുകാരെന്നെ പഞ്ഞി കിട്ടും. ഇനി എനിക്ക് ആ സാധനം വേണം. എവിടെടാ കൊടുവേലി? இன்னொரு ஏதாவது சொன்னா போதும். നിന്നെ ഞാൻ തിന്നാൻ പോലെയാണ്. இப்ப அந்த கோட்டை சாப்பிட்டா സുന്ദരിയായല്ലോ. നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിക്കും. ഈ പിരിമുറുക്കൊക്കെ ഒന്ന് കുറയട്ടെ. വന്നൊരു നല്ല തമാശ പറഞ്ഞാൽ പോലും നിങ്ങളിപ്പോ ചിരിക്കാറില്ല. ഏതെങ്കിലും ഒരു ഏപ്പരാച്ചിനെ കെട്ടാനാന്ന് എനിക്കെന്നാ ആവായിരുന്നു. ആ എന്നെങ്കിലും ഞാൻ ഒരുത്തിനെ കാണും. இவனுக்கு இப்ப லக்கடி അന്ന് ആരൊക്കെ വിളിച്ചാലും അവളെ പേര് ചൊല്ലി വിളിച്ച് ഞാൻ ഇറങ്ങി പോകും. അതെന്തിനാ പേര് ചൊല്ലി വിളിക്കുന്നത്? പിന്നല്ലാതെ അവളുടെ വീടിന്റെ പടി ചെന്നിട്ട് ജപ ജപ എന്ന് പറഞ്ഞാൽ അവളിങ്ങ് ഇറങ്ങി വരും. ഇനിയേ ആണ്ട ഈ സാധനത്തിനോട് കളഞ്ഞാലേ എനിക്ക് സമാധാനം വരത്തുള്ളൂ. ഐശ്വര്യ ഷാജേട്ടാ കളയല്ലേ. അതെ. ഓടാ പന്നികളെ. ഇത്തിരി ഇല്ലാത്ത ഈ പീക്കിലെ ആടിനെ അറക്കാൻ മേടിക്കുന്നതിന്റെ ലക്ഷണക്കേടാ. ഈ 1000 തന്നെ ഇത്തിരി കൂടുതലാ. ആയിക്കോട്ടെ, ഇങ്ങോട്ട് നടക്കാടെ വാ. എന്നാലും നിങ്ങൾ ദുഷ്ടത്തിനെ കാണിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഷാജേട്ടാ, നമ്മുടെ ഐശ്വര്യത്തിന് നിങ്ങൾ 1000 രൂപയ്ക്ക് വിറ്റു. കരയണ്ട പോട്ട്, കരയണ്ട. Oh my god. Yay! ഇருக்கு பாரு. പറഞ്ഞ പോലെ ഷാജിയേട്ടൻ പേര് ചൊല്ലി വിളിച്ചപ്പോ പെണ്ണിറങ്ങി വരുന്നു. ആരാ അപ്പച്ച എന്നെ വിളിച്ചേ? കണ്ടാ ഐശ്വര്യമാരും എന്നെ കണ്ടാ? இந்த சீன் இதுல இன்ஸ்டால பாத்துருக்கேன். இவங்க அப்பனுக்கு சந்தோஷம் நினைக்கிறேன். இப்போ இதுல செகண்ட் பார்ட் வந்து இதுல இருந்து கண்டினியூ ஆகுற மாதிரி வருமா? ஆமா, அதனாலதான் நம்ம இங்க இருந்து ஆரம்பிச்சிருக்கோம். ஓகே, சொல்லு பூஷா, மூவி எப்படி இருந்தது? ஐயோ என்ஜாய் செம்ம ஃபன்னு, செம்மையா இருந்துச்சு. எனக்கு ரொம்ப பிடிச்சிருந்துச்சு. 2015 தெரியுமா அந்த படம் வந்தது? நல்லா எடுத்துருக்காங்க, சூப்பரா இருந்துச்சு. அதுவும் அந்த ரீவைண்ட் பண்ற ஷோ இதெல்லாம் பார்க்கும்போது செம்ம நல்லா இருந்துச்சு. நான் ரொம்ப என்ஜாய் பண்ணேன். பயங்கர ஒரே கிரௌடட், யாரு என்ன காமெடி பண்றானே தெரியல. எனக்கு கிளீட்டஸ் ரொம்ப பிடிச்சிருந்தது. நான் சிங்கா உள்ள வந்து எனக்கு ஒரு அண்ணா எனக்கு திரும்ப அப்படின்னு ஆட்கள் கேட்டா, ஆமா வேற லெவல்ல இருந்தது. செம்மையா மிக்ஸ் ஆனாங்க குரூப்பே. ஆட்டுக்குள்ள புளிக்கு நல்ல சுவர்ப்பா அப்படிதான் சொன்னாரு அவரு.
ஐயோ! ஆனா நெறைய விஷயம் எப்படி சொல்றது? அ ம் பாதி, 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 பாதியா இருந்துச்சு. ஆனா கடைசில ஒண்ணா கொண்டு வந்து சேர்த்தி, கடைசில இந்த வாட்டர் டேங்க் வந்து இருந்துச்சுல, அதுல மாஸ் பண்ணிட்டாங்க. எனக்கு அப்படியே குழம்பவே ஆரம்பிச்சுருச்சு. யார் எந்த கேங்கு? எவன் எங்க வரான்? யார் எங்க போறான்? ஆனா அந்த கார் கனெக்ட் பண்ணது சூப்பரா கனெக்ட் பண்ணியிருந்தாங்க. அது அப்புறமேட்டு பிங்கி மாஸு. பிங்கி தான் எப்படியோ வச்சு ஓட்டியிருக்காங்க ஃபுல்லா. சூப்பரா இருந்துச்சு. படம் நல்லா எப்படிதான் யோசிக்கிறாங்கன்னு தெரியல. ஒரு ஆடு வச்சு, ஒரு குரூப், ஒரு காரு. அவ்வளவுதான். அத வச்சு எதேதோ ஓட்டிட்டாங்க. இதுல மாஃபியா வேற உள்ள வந்து எனக்கு என்ன தெரியுமா மலையாள மூவிஸ்ல பிடிச்சது? ரொம்ப சீரியஸ் மோட்ல இல்லாம சீரியஸா போற மாரி போய் டக்குன்னு காமெடி பண்றாங்கல்ல. அது ஒரு மாரி லைட் ஹார்ட்டடா ஜாலியா ஆயிடுது. எல்லாத்துக்குமே பெர்ஃபெக்ட் பேக்ரவுண்ட் மியூசிக். அப்பா! அதுவும் சர்பத் சாஜி தான். ஷமீரு, சாஜி பெப்பன் வேற லெவல் சூப்பரா இருந்துச்சு. எனக்கு ரொம்ப பிடிச்சதுப்பா. நான் ரொம்ப என்ஜாய் பண்ணேன். நமக்கு இன்னும் பார்ட் 2 இருக்கே, பார்ட் 3 இருக்கு. பயங்கரமா என்ஜாய் பண்ணலாம். ஓகே. இதோட முடிச்சுக்கலாம். அடுத்த மூவில சந்திப்போம். பை பை.